അതേപോലെ ഈ കേസിൽ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണം കവർന്നത് സംബന്ധിച്ച കേസിൽ ഏതെങ്കിലും രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിന്റെ പങ്കുണ്ടോ? അവർ ഏതെങ്കിലും രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ? അതായത് അമൂല്യമായ പുരാവസ്തുക്കൾ മോഷ്ടിച്ച് വിദേശത്തേക്ക് കടത്തുന്ന, വിദേശത്ത് വിറ്റ് കൊള്ളലാഭം ഉണ്ടാക്കുന്ന ഏതെങ്കിലും സംഘങ്ങൾ, അവരുടെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിച്ചതാ. സ്വാഭാവികമായിട്ടും അതേക്കുറിച്ച് ഈ സംഘം അന്വേഷിച്ചിട്ടുണ്ടാകുമല്ലോ. ഹൈക്കോടതി അങ്ങനെ പറയുമ്പോൾ അത് അന്വേഷിക്കാതെ വിടാൻ പറ്റത്തില്ല. ആ വഴിക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതും ഈ റിപ്പോർട്ടിൽ, SITയുടെ നാളത്തെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പരക്കെ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ഇടപെടലിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പടി, അതിൽ പൊതിഞ്ഞെറിഞ്ഞ സ്വർണ്ണപ്പാളികൾ എന്ന് പറഞ്ഞാൽ അത് സ്വർണത്തിന്റെ വിലയല്ല അതിന്റെ മൂല്യം നിശ്ചയിക്കുന്നത്. അതിനേക്കാൾ വളരെ പ്രധാനമാണ്. ശബരിമല പോലുള്ളൊരു ലോകോത്തര തീർത്ഥാടന കേന്ദ്രത്തിൽ, കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രത്തില് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ എന്ന് പറയുമ്പോൾ അതിന്റെ മൂല്യം വളരെ വളരെ വലുതാണ്. അതിലടങ്ങിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയോ മൂല്യമോ അല്ല ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പുറത്തു കൊണ്ടുപോയി ഇളക്കിയെടുത്ത് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് ന്യായമായിട്ട് സംശയിക്കാവുന്നതാണ്. കോടതി അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച പരിശോധന നടത്തേണ്ടതാണ്, നടത്തിയിട്ടുണ്ടാവും എന്ന് നമുക്ക് കരുതാം.